നമ്മളെ ഒന്നും അല്ലാണ്ടാക്കിയില്ലടാ. മുട്ടിനൊപ്പം ചെറിയ എടുത്തോണ്ടിരുന്നേ വലട്ടെന്നാ. നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഫിഷിംഗ് തന്നെയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഇട്ടിട്ടുള്ള എൻ്റെ വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇടുന്നത്. ഇതിലും അതുപോലെ ഒരുപാട് മീനുകളെ പിടിക്കുന്നതാണ്. അപ്പം നമ്മൾ പഴയ വീഡിയോ നമ്മൾ ഇടായിരുന്നത് വെച്ചാൽ ഒരുപാട് ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ നിങ്ങൾ കാണാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കാരണം നമ്മൾ ഓരോ 10 മിനിറ്റ് ഗ്യാപ്പിലായിട്ട് ഓരോ പാർട്ടാക്കിയിട്ട് അയക്കണം. അപ്പം ഇനിയും നമുക്ക് ബാലൻസ് ഒരുപാട് വീഡിയോസ് നമ്മൾ പെൻഡിങ്ങിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളും ഞാൻ ഇടുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ കാണുന്ന ഏരിയയിലുള്ള മീനുകളാണ് നമ്മൾ പിടിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ നമ്മൾ എൻഡ് കാർഡിലും നമ്മൾ വീഡിയോ കൊടുക്കുന്നതാണ്. അപ്പോൾ അതും കാണുക. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുന്ന് എത്രത്തോളം നമുക്ക് മീൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. എന്തായാലും പാർട്ട് 3 അങ്ങനെയായിട്ട് നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കളിയാക്കി ഇടക്കിടക്കൊന്ന് പറഞ്ഞോ. കൊണ്ടുതന്നെ അറിയാനക്ക് അണ്ടകടാശത്തിൽ നിന്ന് എടുത്തോണ്ടിരുന്നേ കളിയാക്കിയതിന് ഗുണുണ്ട്. അതിന് കണ്ടകടാശത്തിൽ അങ്ങോട്ട് എത്തണ്ട ഞാന് കാല് പറിച്ചാലും അങ്ങോട്ട് എത്തുക. തലടക്ക കുത്തി പൊളിക്കുന്ന ഉണ്ണിയാ. ഉണ്ണിനെ ഒഴിവാക്ക്. മീണ്ട് കയറ്റിക്കുന്ന തലയിൽ കയറുന്ന ഉണ്ടപ്പേരിയോ ഞാൻ വരാം. അത് പിടിച്ചാ അല്ലെങ്കിൽ അത് ഇതാവും. അതിലൊന്നും ഇല്ലല്ലോ. ബക്കറുണ്ടവിടെ എൻ്റെ അടുത്തേക്ക് പോയാ ഇന്റർനെറ്റ് ഇതേപോലെ അവൻ്റെ ബക്കറ് പിടിച്ച് പോയിക്കോ. അത് തപ്പിക്കോ അതിൽ പോയിട്ടില്ല. അവിടെ ഉണ്ടാവും, ചെറുണ്ടാവും. ഓമ്പ തല പിടിക്കാൻ പോയോ? കുത്തിവെച്ചിട്ട് അടുത്തേര് പിടിക്കാൻ പോവാ. എടുക്കാനല്ല ആർത്തി കൂടുതലാ. അതെ, ചെറിയ വല കാരണം ഇങ്ങോട്ട് വേണം കേട്ടോ. ഇവിടെ ഒരു മീൻ കിടക്കുന്നുണ്ട്. പോയതിന് പോട്ടെ അടുത്തേന് പിടിക്കാം. ഞാൻ പോവാം. അത് മുത്തലൊരു മുത്തം കൊടുക്കട്ടെ. ഞാൻ പിടിച്ചല്ല കിടച്ചോളൂ.
ഒരെണ്ണം അപ്പുറത്ത് കിടക്കുന്നുണ്ട് ചപ്പ അതിനൊന്നും എടുക്കൂടാ. ആ പുറത്ത് കിടക്കണ വെയിലുണ്ട് ഇപ്പൊ വാട്. ചാവി ശരിയായില്ല. ആ കൊട്ടരുത് കൈ കിട്ടില്ല തോന്നുന്നില്ല. അതൊരു കണ്ണ നല്ല എടുത്തപ്പോ നല്ല മിതുവാ. ഞാനോട് പറഞ്ഞില്ലേ അജു വന്ന ഞാൻ വരുന്നു. അങ്ങോട്ട് മറിച്ചിട്ടോ അവിടെ കൊട്ടയ്ക്ക് എടുത്തിട്ടുണ്ട്. അതെ വെറുതെ മതി ചളിയാക്കിക്കോട്ടെ. പട്ടാഭികാരിക്കൊണ്ടില്ല മനുഷ്യന്മാരെ കൊടുക്കുന്നു. നിങ്ങൾ കൊടുക്കണ്ട. ഒന്നൊന്നല്ല കൊറേ ഉണ്ടാകുന്നുണ്ട് മാട്ടത്ത് കയറി. അപ്പം അങ്ങനെ നമ്മളെ ഇവിടുത്തെ പിടുത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയായി. അപ്പോൾ നമുക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ ഒരുവിധമുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള മീനുകളൊക്കെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് അപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഏരിയയും കൂടി പിടിക്കാനുണ്ട്. അപ്പോൾ ആ പിടിക്കാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇനി നമ്മൾ വറ്റിച്ച് പിടിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ്. അപ്പോൾ ഈ സ്ഥലത്തുനിന്ന് ഇത് ബണ്ട് പൊട്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ കുഴിയായിട്ടാണ് കാണുമ്പോൾ ഇവിടെ മീനൊന്നും തോന്നില്ല. പക്ഷേ ഈ ബണ്ട് പൊട്ടിയ കാരണം ഇവിടെ ചേറും അതുപോലെ മീനുമായിട്ട് നന്നായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം വറ്റിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ ഈ മീനെ നമ്മൾ പിടിച്ചിട്ട് ആണ് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. കണ്ട മീനുകൾ ഇറങ്ങി വരുന്നുണ്ട്, ചെളിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളും കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.